കൂട്ടുകാരെ, ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ സവാള, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ് ചേർത്ത് വഴറ്റിയിട്ട് നമ്മൾ ചീര ഇടാട്ടോ. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. കുരുമുളക് വേണേലും ഒഴിവാക്കാട്ടോ. ഞാൻ പരമാവധി കറികളിലൊക്കെ മഞ്ഞൾപ്പൊടിയും കുരുമുളകും ചേർക്കാറുണ്ട്. നല്ലതാണല്ലോ നമ്മുടെ ശരീരത്തിനും വയറിനൊക്കെ. നന്നായി ഇളക്കിയിട്ട് മൂടി വെച്ച് വേവിക്കുക. ഗുണമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മൂടി വെച്ച് വേവിക്കുക. കുറച്ച് രുചിയൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തുറന്നിട്ട് വേവിക്കുക. ഞാൻ മൂടി വെച്ചും തുറന്നൊക്കെ വേവിക്കൂട്ടെ, രണ്ടും വേണം എനിക്ക്. ഹൈ ഫ്ലെയിമിൽ വേണം നമ്മൾ വേവിക്കാനായിട്ട്, പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇതിൻ്റെ അളവ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. 3 മിനിറ്റ് കഴിയുമ്പോൾ മൂടി തുറക്കുക, എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ അധികം വെന്തിട്ടില്ല. അധികം വെന്ത് കഴിഞ്ഞാൽ ചീരയുടെ ഗുണം പോവും. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണേ. നല്ല രുചിയാണ് കേട്ടോ. ഇത് മെഴുക്ക് പുരട്ടിയാണേ, തോരനല്ല. തോരൻ എന്ന് പറയുമ്പോൾ ഉള്ളി മുളക് മൂപ്പിച്ചിട്ട് ചെയ്യുന്നതാണല്ലോ. പിന്നെ നമ്മൾ സവാളക്ക് പകരം ഉള്ളിയാന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇനി തേങ്ങയുടെ പുറകെ പായൊന്നും വേണ്ട, തേങ്ങ ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുക. വ്യത്യസ്ത രുചിയാണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ മഞ്ഞപ്പൊടിയും കുരുമുളകൊക്കെ നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങളൊക്കെ നീക്കി കളയുന്നതാണ്. പിന്നെ കഫക്കെട്ടും ചുമയും ജലദോഷമൊക്കെ കുറവ് വരും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. സെറ്റാണേ.